എറണാകുളം പെറ്റ് ഷോപ്പിനെതിരെ പരാതിയുമായി സംവിധായകൻ നാദിർ ഷാ. കുളിപ്പിക്കാൻ നൽകിയ പൂച്ചയെ കൊന്നു എന്ന് പരാതി. എറണാകുളം പെറ്റ് ഷോപ്പ് എന്ന സ്ഥാപനത്തിനെതിരെ പാലാരിവട്ടം പോലീസിലാണ് പരാതി നൽകിയത്. കെ ഷുക്കൂർ ചേരുന്നു. ഷുക്കൂർ, എന്താണ് സംഭവം? ഞങ്ങൾക്ക് ഒരു പേർഷ്യൻ ക്യാറ്റ് ഉണ്ട്. ആ ക്യാറ്റിനെ ഇന്നലെ ഗ്രൂം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മകളും ഭാര്യയും കൂടി എറണാകുളം പെറ്റ് ഹോസ്പിറ്റലിൽ. കാരണം ഈ ക്യാറ്റിന് ഗ്രൂം ചെയ്യിക്കുന്നതിന് മുമ്പ് അതിനൊന്ന് സെഡേറ്റ് ചെയ്യണം. സെഡേറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ അത് ഗ്രൂം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഗ്രൂം ചെയ്യുന്നത് വേറെ റോംസ് ആൻഡ് റാക്കിലാണ്. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒന്ന് സെഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ്, എറണാകുളം പെറ്റ് ഹോസ്പിറ്റലിൽ. പക്ഷെ അവർ അവിടെ ഇരിക്കുന്ന രണ്ട് പുതിയ പിള്ളേരാണോ പഴയ പിള്ളേരാണെന്ന് അറിയില്ല, രണ്ട് മലയാളി പിള്ളേരാണ്. പിന്നെ അതിൻ്റെ കൂടെ ഏതോ ബംഗാളി പിള്ളേരുണ്ട്. ഇവരൊക്കെ കൂടി പറഞ്ഞ് ഗ്രൂം ചെയ്യാനായിട്ട് എൻ്റെ മകളുടെ അടുത്ത് പറഞ്ഞ്, അല്ല സഡേറ്റ് ചെയ്യാണ്ട് തന്നെ ഞങ്ങൾ ഗ്രൂം ചെയ്യാൻ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മകൾ പറഞ്ഞ് സഡേറ്റ് ചെയ്യാണ്ട് ഗ്രൂം ചെയ്യാൻ പറ്റില്ല ഇതിന്, കാരണം അത് കുറച്ച് അഗ്രസീവാണ് ക്യാറ്റ്. അപ്പോൾ ഇവർ പറഞ്ഞ് ഇതിനേക്കാളും വലുതിനെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ കഴുത്തിൽ മോള് കണ്ട് ഇതിൻ്റെ കഴുത്തിൽ ഒരു ചരട് കെട്ടിയിട്ട് ഇതിനെ വലിച്ച് കൊണ്ടുപോകുന്നതാണ് എൻ്റെ മോള് കണ്ടിട്ടുള്ളത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ ക്യാറ്റിൻ്റെ ബോഡി അത് മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇവർ തിരിച്ചു തരുന്നത്. അവർ പറയുന്നത് ഞങ്ങൾ സെഡേറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അറ്റാക്ക് കൊണ്ട് മരിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല, എൻ്റെ മോള് കൃത്യമായിട്ട് കണ്ടാണ് അതിനെ കഴുത്തിൽ കുരുക്കിട്ടിട്ട് ഇവർ രണ്ടുപേരും വലിച്ചുകൊണ്ടാണ് ക്യാറ്റ് തിരിച്ച് ബലം പിടിക്കുന്ന സമയത്ത് ഇവർ വലിച്ചുകൊണ്ട് പോകുന്നത് കണ്ടതിൻ്റെ പേരിലാണ് ഞങ്ങളത് പോലീസ് കേസ് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ വീട്ടിലുള്ള പെറ്റിനൊക്കെ നമ്മൾ അത്രയും നമ്മുടെ വീട്ടിലൊരു കുടുംബാംഗത്തെ പോലെ നമ്മൾ നോക്കുന്നതാണ്. അപ്പോൾ അതിനെന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ വീട്ടിലൊരാൾക്ക് സംഭവിച്ച പോലെ തന്നെ ഒരു വേദന നമുക്കുണ്ടാവും. ഇത് മറ്റാർക്കും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഇങ്ങനെ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. യെസ് ഷുക്കൂർ, എന്താണ് നാദിർ ഷായുടെ ആരോപണം? പരാതി കൊടുത്തതിൽ എന്ത് നടപടിയെടുത്തു പോലീസ്? ധന്യ, എറണാകുളത്തെ സ്വകാര്യ പെറ്റ് ഹോസ്പിറ്റലിനെതിരെയാണ് നാദിർ ഷാ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ പെറ്റ് ഹോസ്പിറ്റലിൽ അദ്ദേഹം തന്റെ വളർത്തു പൂച്ചയുമായി അതിനെ ഗ്രൂമിംഗ് നടത്തുന്നതിന് തൊട്ടു മുമ്പ് സെഡേഷൻ ചെയ്യാൻ വേണ്ടിയാണ് അവിടെ കൊണ്ടുപോയത്. എന്നാൽ ഗ്രൂമിങ്ങും തങ്ങൾ തന്നെ നടത്താം എന്ന് പറഞ്ഞ് അവർ ഈ വളർത്തു പൂച്ചയെ മെഡിക്കൽ എത്തിക്സിന് വിരുദ്ധമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പരാതി. പിന്നീട് അതിന് ഹൃദയാഘാതം വന്ന് അത് മരിച്ചു എന്നൊരു അറിയിപ്പ് മാത്രമാണ് ഇവർക്ക് ലഭിച്ചത്. അതുകൊണ്ട് വിവരവും വിദ്യാഭ്യാസവുമില്ലാത്ത ഡോക്ടർമാരാ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ വൃത്തികെട്ടവന്മാരുടെ കയ്യിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട പെറ്റ്സിനെ നൽകരുതേ എന്ന രീതിയിൽ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഇന്ന് രാവിലെയോട് കൂടി ഇട്ടിരുന്നു. അതിനുശേഷം അദ്ദേഹം പാലാരിവട്ടം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. തന്റെ വളർത്തു പൂച്ചയെ ഇവർ കൊന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പരാതി. ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. ഇത് വളരെ റിസ്ക് ഉള്ള ഒരു കാര്യമാണ് തങ്ങൾ ചെയ്തത്, അപ്പോൾ യാദൃച്ഛികമായി സംഭവിച്ച ഒരു കാര്യമാണത് എന്ന രീതിയിൽ അദ്ദേഹം അവരുടെ പ്രതികരണം വന്നിട്ടുണ്ട്. എന്തായാലും പാലാരിവട്ടം പോലീസ് ഈ പരാതിയിൽ അന്വേഷണം നടത്തി വരികയാണ്. ഇതുവരെ കേസ് എടുത്തിട്ടില്ല. ശരി ഷുക്കൂർ.